ഒരു വിരലിനൊന്നും പൊക്കൽ നടക്കുകയില്ല, എൻ്റെ വിരൽ ഒടിഞ്ഞു പോകും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നമുക്ക് എത്ര വിരൽ കൊണ്ട് പൊക്കാൻ നോക്കാം. 2 വിരൽ കൊണ്ടും പാടാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി ക്രെറ്റയുടെ റിവ്യൂ ആണ്. നോർമലി നമ്മൾ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. സോ പല ആൾക്കാരും പറഞ്ഞു അങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ രീതിയിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ഈ ഒരു രീതിയിലായിരിക്കും. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് ബേസ് മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം. അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ പറയാം. കോട്ടയത്തെ പോപ്പുലർ ഹ്യുണ്ടായി ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. വണ്ടി വാങ്ങാനായിട്ട് പ്ലാൻ ഉള്ള ആളുകൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഈ ഒരു വേരിയന്റിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ ഏതെങ്കിലും പോർഷനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. സോ അത് കാണാനായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓണം ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നുണ്ട്. ഐഫോൺസ് കാര്യങ്ങളൊക്കെയാണ് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഈ വണ്ടി പെട്രോളിനും ഡീസലിനും നമുക്ക് അവൈലബിൾ ആണ്. പെട്രോൾ വരുന്നത് നോർമൽ പെട്രോൾ എഞ്ചിനാണ്. ഒരു ടർബോ എഞ്ചിൻ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വേരിയൻസിനകത്ത് അവൈലബിൾ അല്ല. ടർബോ എഞ്ചിൻ ഏറ്റവും ടോപ്പ് എൻഡിനും എൻലൈനിലും മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഡീസൽ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ ഫ്രണ്ട് പോർഷൻ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യമൊന്നും എനിക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ അത്ര ആ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് കണ്ട് എനിക്ക് എവിടെയൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങി. സോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ മൈലേജ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ പോയി നോക്കാം. പിന്നെ ഗ്രില്ലുകൾ ഫുൾ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. DRLസോ കാര്യമൊന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റാണ്. പാർക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, DRLs ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഇവിടെ 3 ലൈറ്റ്സ് ഉള്ള രീതിയിൽ തോന്നും, പക്ഷേ സിംഗിൾ ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പം ക്രെറ്റയുടെ ഹെഡ് ലാമ്പുകൾ കാണാനായിട്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഹെഡ് ലാമ്പുകളാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു വലിയ ലോഗോ നമുക്ക് കാണാം. അത്യാവശ്യം വലിയ ലോഗോ ആണ്. കൈ വെക്കുമ്പോൾ കണ്ടോ, എൻ്റെ കൈയുടെ ഈ ഒരു വലിപ്പമുണ്ട് ലോഗോയ്ക്ക്. അത്യാവശ്യം വലിയ സൈസിലുള്ള ലോഗോ ആണ്. പിന്നെ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് അല്ല, ആ ഒരു SUV ലുക്ക് കിട്ടാനായിട്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് വരുന്നത്. ഈ അലോയ് വീൽസ് ഇത് മാറ്റി നമ്മൾ അലോയ് വീൽസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്കും കിട്ടും. ഓൾമോസ്റ്റ് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം ഈ ഒരു ലൈറ്റ്സ് മാത്രമാണ്. ഇവിടെയാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. അത് മിറേഴ്സിൽ കൊടുക്കാമായിരുന്നു. കാരണം സെക്കൻഡ് വേരിയൻ്റായി ഏകദേശം 14 ലക്ഷം രൂപ വില കൊടുക്കുന്ന വണ്ടിയാണ്. അതിനകത്ത് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. സൈഡിൽ നിന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ പഴയ ക്രെറ്റയായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ആ ഡിസൈനൊക്കെ എവിടെയൊക്കെയോ കീപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫ്രണ്ട് പോർഷനും ബാക്കും മാത്രമാണ് വലിയ ചേഞ്ച് നമുക്ക് വന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. സൈഡ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കാഴ്ചയിൽ. മിറേഴ്സ് എല്ലാം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി കളറാണ്. ഹാൻഡിൽസും ബോഡി കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഒരു പീസ് വന്നിട്ടുണ്ട്. അത് ആക്ച്വലി എനിക്ക് പേഴ്സണലി അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ആക്ച്വലി ഫുള്ളി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എൻലൈൻ്റെ അതെല്ലാം ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ക്ലാഡിങ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ ക്ലാഡിങ് ആണ്. അതിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ക്ലാഡിങ്ങിന് ഒരുപാട് വലുപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ ടയേഴ്സിനും അത്യാവശ്യം നല്ല സൈസ് തോന്നുന്നുണ്ട്. പക്ഷേ ചില വണ്ടികളിൽ ടയർ സൈസ് ഉണ്ടെങ്കിൽ പോലും ആ ക്ലാഡിങ് വലുതാകുമ്പോൾ ടയർ ചെറുതായി പോയതുപോലെ നമുക്ക് തോന്നാറുണ്ട്. സോ അതെന്തായാലും നൈസായിട്ട് ക്രെറ്റയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു LED കണക്റ്റഡ് ടെയിൽ ലാംപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ബേസ് മോഡൽസ് തൊട്ട് കിട്ടുന്നുണ്ട്. സോ ഒരു രക്ഷയില്ല. നൈറ്റിലൊക്കെ ആണെങ്കിലും കാണാൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രെയിം ചെയ്ത് ഗ്ലാസ്സിനകത്ത് നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെളിയോ കാര്യങ്ങളോ ഒന്നും ഈ ലോഗോയുടെ ചുറ്റും പിടിച്ചിരിക്കത്തില്ല. വൈറ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഒരു മഞ്ഞ കളർ നമുക്ക് കാണാൻ പറ്റും പല ലോഗോസിലും. പക്ഷേ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ചെളി പിടിക്കത്തൊന്നുമില്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കാണാനും ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫോക്കൽ ലൈൻസോ റിയർ വൈപ്പറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. അതേപോലെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. മേളിൽ നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വേറെ വേരിയൻറ്റ് മനസ്സിലാവുന്ന രീതിയിലുള്ള ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ക്രെറ്റ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. സെൻറ്ററിലായിട്ടാണ് ആ ഒരു റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻലൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ് നമുക്ക് കാണാം. റിയർ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. ബൂട്ട് സ്പേസും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. നമുക്ക്
ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ വെക്കാനും എടുക്കാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഹുക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടയേഴ്സ് വന്നിരിക്കുന്നത് 16 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കയറി ഇരിക്കാം. ബീച്ചിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കയറി ഇരിക്കാം. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ട് നമുക്ക് സംസാരിക്കാം. സോ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അതിന് മുന്നായിട്ട് ഇതാണ് നമ്മുടെ കീ വരുന്നത്. 2 കീയും സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കീലെസ് എൻട്രി കൊടുത്തിട്ടില്ല. നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ കയറണം. ഈ രീതിയിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ, വേറൊരു ഗ്രേ അങ്ങനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ബീച്ച് കളർ എന്ന് പറയാം. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽസ് ഈ ഒരു പോർഷൻ ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ നമുക്ക് കാണാം. ഇവിടെയായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് സോഫ്റ്റ് ആണെന്ന് പറയാൻ വരികയായിരുന്നു, പക്ഷേ അല്ല. ആ രീതിയിൽ ഒരു മെറ്റീരിയൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 4 പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. നമ്മൾ ഇറങ്ങിയതിന് ശേഷം വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് അടയ്ക്കണം. സോ ആ രീതിയിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറാം. സീറ്റ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അകത്തേക്ക് കയറുമ്പം വീണ്ടും ആ ഒരു കളർ തീം തന്നെയാണ്, പക്ഷേ ഇവിടെയായിട്ട് ചെറിയൊരു കോപ്പർ എലമെൻറ്റ്, അതായത് കോപ്പർ കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. കീ ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പേഴ്സണലി എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ബേസ് മോഡലിനകത്താണെങ്കിൽ പോലും അവർ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. റോട്ടറി സ്വിച്ചസ് പോലെയുള്ള രീതിയിലാണ് സൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം കൊടുത്തിരിക്കുന്നത്. സോ അതും എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ഫംഗ്ഷനാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. മാനുവലി തന്നെ നമ്മൾ AC ഒക്കെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ പോർഷനിലെല്ലാം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ടൈപ്പ് C കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് സോക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. വയർലെസ് ചാർജർ ഇല്ല. ഇവിടെ ജസ്റ്റ് മൊബൈൽ വയ്ക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് എലമെൻറ്റ് നമ്മൾ ഡോറിൽ കണ്ടതുപോലെ തന്നെ എയർ ബാഗ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ബേസ് മോഡൽസ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒന്നും അല്ല, ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് കേട്ടോ. ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം പീസ് സെൻറ്ററിൽ കാണാം. AC-യുടെ വെൻറ്റുകൾ. ഇത് ചെയ്തിരിക്കുന്നത് ആക്ച്വലി കാണാൻ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ്. വലിയ സ്പേസ് ഉണ്ട് തന്നെ. എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കയറിപ്പോവും. പകുതി മുക്കാലും എൻ്റെ കൈ കയറിപ്പോവും. സോ അത്രയും വലിയൊരു ഗ്ലൗ ബോക്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മേളിലേക്ക് നോക്കുകയാണെങ്കിൽ സൺഗ്ലാസ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മാനുവലി മിറേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ടിൽറ്റും റീച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിങ്ങുകൾ നമുക്ക് ബേസ് മോഡൽ തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സ്വിച്ചസിൻ്റെ എല്ലാം ക്വാളിറ്റി അടിപൊളിയാണ്. ഈ ക്ലിക്ക് ഈ ക്വാളിറ്റീസ് ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യുണ്ടായുടെ ഈ ക്വാളിറ്റീസ് എല്ലാം ഒരു രക്ഷയില്ല. അതേപോലെ ഈ വൈപ്പറിൻ്റെയൊക്കെ ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും, വൈപ്പർ എവിടെയാണ് അതിൻ്റെയൊക്കെ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി അടിപൊളിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ്റെ സ്വിച്ചസ് ഇവിടെ കാണാം. ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നോർമലി പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പോർഷനിലെല്ലാം ഒരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ടച്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി സോഫ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ചൊരു ലക്ഷറി അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം ഫീൽ തോന്നുന്ന പോർഷൻ ഇതൊക്കെയാണ്. ഈ ഒരു പോർഷനെല്ലാം നല്ല പ്രീമിയം ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പം കുറച്ചൊരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അത് മാത്രം എനിക്കൊരു ഇച്ചിരി നെഗറ്റീവായിട്ട് തോന്നി. പക്ഷേ എല്ലാവരും എടുത്തതിന് ശേഷം ഒരു ലെതർ റാപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ കാരണം പിടിക്കുമ്പോൾ നമുക്കിതിൽ പിടിച്ച് നമുക്ക് ഓടിക്കാനായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല. കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. സോ ഇതെന്തായാലും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ രീതിയിലാണ് ഗിയർ ലിവർ വന്നിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ലിവറാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് ഒരു ക്രോം എലമെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. വരുമ്പം 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിൻ്റെ അടിയിൽ കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല ഹാൻഡ് റെസ്റ്റുകൾ. പിന്നെ സീറ്റുകൾ പറയുകയാണെങ്കിൽ ഒരു ഫാബ്രിക് സീറ്റുകളാണ്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളല്ല, പക്ഷേ ഇരിക്കാനായിട്ട് കംഫർട്ടബിൾ ആണ്. വലിയ സീറ്റുകളാണ്. പിന്നെ ഡിസൈൻ പാറ്റേണോ കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിലൊന്നും കൊടുത്തില്ല. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്.
പിന്നെ ഈ ബോൾസ്റ്റേഴ്സ് ഇതെല്ലാം അത്യാവശ്യം നല്ല ഹാർഡാണ് കേട്ടോ, പക്ഷേ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും, പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ഒന്നും വരില്ല. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സീറ്റ് കവർ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എങ്കിൽ പോലും ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ചെളി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ സീറ്റ് കവർ ഇടുക. പേഴ്സണലി എനിക്ക് സീറ്റ് കവർ ഇടുന്നത് വലിയ താല്പര്യമില്ല. ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ വലിയ രീതിയിൽ ചൂടാവാത്ത മെറ്റീരിയൽസ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇരിക്കാനായിട്ട് വലിയ കുഴപ്പമില്ലാത്ത സീറ്റുകളാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാം. ഫ്രണ്ട് റോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ട്വിറ്റേഴ്സ് കൊടുത്തിട്ടില്ല, അതിൻ്റെ ജസ്റ്റ് ഒരു സ്പേസ് മാത്രമാണുള്ളത്. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്, 4 ഡോറിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ട്വിറ്റേഴ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റമാണ്, സൗണ്ട് കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷേ പറ്റൂല. ഞാൻ എന്തായാലും ബാക്കിൽ പോയിട്ട് ബാക്കിലെ സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാക്കിലെ സീറ്റുകളിലേക്ക് നമുക്ക് കയറി നോക്കാം. കയറാനായിട്ട് അത്യാവശ്യം 90 ഡിഗ്രി ഓപ്പണിംഗ് അല്ല, എങ്കിലും ഒരു 80 ഡിഗ്രിയിൽ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് അകത്തേക്ക് കയറാം. ഒരുപാട് വലിയ ബമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, ഫ്ലാറ്റാണ്, ചെറിയൊരു ഹമ്പ് വരുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ടൈപ്പ് സി ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. റിയർ AC വെൻറ്റുകൾ കിട്ടുന്നുണ്ട്. അത് ബേസ് മോഡൽ പോയിട്ട് കിട്ടുന്ന കാര്യമാണ്. സോ അതെനിക്ക് കറക്റ്റായി ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഈ രീതിയിലാണ് ബാക്കിലെ ഡോർസ് വരുന്നത്. ഇവിടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലെ ഡോറിൻ്റെ അത്രയും വലിയ സ്റ്റോറേജ് സ്പേസ് അല്ല. ഹാൻഡിൽസ് ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിലേക്ക്. ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇത് ഇരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റിക്ലൈൻ ചെയ്തിടാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ റിക്ലൈനായി നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റുകൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ബേസ് മോഡൽ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. 3 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പൊസിഷനാണ്. തൈ സപ്പോർട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഫയൽ പോക്കറ്റ് ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു. കാരണം ഈ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവിടെ അത് കൊടുത്തിട്ടില്ല. അതെന്ത് പറ്റി? അപ്പോൾ ഡ്രൈവറിൻ്റെ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഫയൽ വെക്കണ്ടേ? സോ അതവർ ചെയ്തത് മോശമായിപ്പോയി. ഇവിടെയും കൂടെ കൊടുക്കാമായിരുന്നു. അതെന്താ അങ്ങനെ പറ്റിയത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. തല മേളിൽ മുട്ടോ കാര്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്. ഞാൻ ഇരുന്നിട്ട് തന്നെ ഇത്രയും ഗ്യാപ്പുണ്ട്. സോ എൻ്റെ ഇത്ര ഹൈറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം വലിയ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഇനി നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. ഇതാണ് ക്രെറ്റയുടെ എഞ്ചിൻ ബേ വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇതിനകത്ത് 1.5 ലിറ്റർ ഒരു ഡീസൽ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടർബോ എഞ്ചിൻ അല്ല. ടർബോ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൻലൈൻ്റെ അകത്തും ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ അകത്തും മാത്രമാണ്. സോ അപ്പം ഈ ഹുഡ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വിരലിനൊന്നും പൊക്കൽ നടക്കുകയില്ല, എൻ്റെ വിരൽ ഒടിഞ്ഞു പോകും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമുക്ക് എത്ര വിരൽ കൊണ്ട് പൊക്കാൻ നോക്കാം. 2 വിരൽ കൊണ്ടും പാടാണ്. 3 വിരൽ കൊണ്ട് നമുക്ക് ഇത്തിരി ബലം പിടിച്ചാൽ പൊക്കാം. ചില വണ്ടികളൊക്കെ നമ്മൾ ഒരു വിരൽ കൊണ്ട് പൊക്കി കാണാറുണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. സോ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോണറ്റാണ്. ഇൻസുലേഷനൊക്കെ ബോണറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്രെറ്റയുടെ സെക്കൻഡ് ബേസ് വേരിയൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വേരിയൻസ് ഒക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങളുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഡീലറിൻ്റെ കോൺടാക്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വേറെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ പറയാം മിസ്റ്റർ ടയറിൻ്റെ ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയണം. മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഹ്യുണ്ടായി അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടിയാണ് എല്ലാ വണ്ടികൾക്കും 3 വർഷത്തേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം സ്ക്രാച്ച് ആൻഡ് വിന്നിൽ കൂടെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും. ഐഫോൺ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ അതല്ലാതെ എനിക്ക് അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് 2 വർഷത്തേക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിൽ കൂടെ ആ ഒരു ഓഫർ കിട്ടുവാണെങ്കിൽ 2 വർഷത്തേക്ക് നമുക്ക് വണ്ടിയുടെ തേയ്മാനം വരുന്ന സാധനങ്ങൾ ലൈക്ക് നമ്മുടെ ബ്രേക്ക് പാഡ് ആയിക്കോട്ടെ, ക്ലച്ച് ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങൾക്ക് പൊതുവെ വാറണ്ടി കിട്ടാത്തതാണ്. സോ അതും 2 വർഷത്തേക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഹ്യുണ്ടായി ഫ്രീ ആയിട്ട് മാറ്റിത്തരും. സോ ആ ഒരു ഓഫർ പോപ്പുലർ ഹ്യുണ്ടായിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ അഡീഷണൽ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. മിസ്റ്റർ ടയറിൻ്റെ സബ്സ്ക്രൈബർ കൂടെ ആയിരിക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.